ഇന്നത്തേത് ഒരു തട്ടിക്കൂട്ട് പ്രോൺസ് ബിരിയാണിയാണ് കേട്ടോ. സോ നമുക്ക് ഇൻഗ്രീഡിയൻസ് കണ്ടാലോ. ആദ്യം തന്നെ പ്രോൺസ്, ടേമറിക് പൗഡർ, ചില്ലി പൗഡർ, സോൾട്ട് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കും. ഇനി നമ്മൾ ഒരു സിംഗിൾ ഓണിയൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വാട്ടിയെടുക്കുകയാണ്. ആൻഡ് അതിൽ ഹാഫ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഹാഫ് നമ്മൾ ബിരിയാണി മസാലയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 2 ഓണിയനാണ് എടുത്തത്. പിന്നെ ടൊമാറ്റോ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ പ്ലസ് ചില്ലി പേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ക്യുമിൻ പൗഡർ, പെപ്പർ പൗഡർ ആൻഡ് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ആൻഡ് ആവശ്യത്തിനുള്ള സോൾട്ടും ആഡ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച പ്രോൺസ് അതിലേക്ക് ആഡ് ചെയ്യുക ആൻഡ് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് തൈര് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 15 മിനിറ്റ്സ് നമുക്ക് മൂടി വെക്കാം. അപ്പോഴേക്കും നമുക്ക് റൈസ് സെറ്റാക്കാം. ഗീയിലേക്ക് ആവശ്യമുള്ള സ്പൈസസ് ആഡ് ചെയ്യാം. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. സോ വാട്ടർ ബോയിൽ ചെയ്യുമ്പം റൈസ് ആഡ് ചെയ്യുക. കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് മൂടി വെക്കാം. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ദം ഇടാം. സോ അതിന് ഹാഫ് ഓഫ് ദി പ്രോൺസ് നമുക്ക് എടുത്ത് വെക്കാം ആൻഡ് ഹാഫ് ഓഫ് ദി റൈസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ 2 ലെയേഴ്സ് ആക്കി മാറ്റുകയാണ്. പ്രോൺസ്, റൈസ്, ദെൻ പ്രോൺസ് ആൻഡ് റൈസ്. ആൻഡ് അതിന് മേലെയാണ് നമ്മൾ ഗാർണിഷ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് കുറച്ച് ഓണിയൻ ആൻഡ് കൊറിയാണ്ടർ ലീവ്സ് ആണ് എടുക്കുന്നത്. അതുകൂടാതെ നമ്മൾ മെൽറ്റ് ചെയ്ത ഗീ ആൻഡ് കുറച്ച് ഗരം മസാല മേലെ ജസ്റ്റ് ഗാർണിഷിങ്ങിന് ഇടുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഒരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നമ്മൾ മൂടി വെക്കുകയാണ്. ആഫ്റ്റർ 15 to 20 മിനിറ്റ്സ് ആയി. സോ നമ്മളത് ഓപ്പൺ ചെയ്തു. അടിപൊളി സ്മെല്ലായിരുന്നു. ആൻഡ് നമ്മളെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ആൻഡ് ദ ഫൈനൽ റിസൾട്ട് വാസ് ദിസ്. It tasted amazing and the flavor was incredible. So if you are looking for a spicy prawns biryani, please do try this. So that's all for today. Thank you. Bye bye.